ഹലോ നമുക്കിന്നൊരു വാൾ ഡെക്കറേഷൻ പരിചയപ്പെട്ടാലോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഹോളാണ്, അതിൻ്റെ ഒരു കോർണറാണ്. ഈ ഫിറ്റ് വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഓർത്ത് തന്നെ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന്. ഷെനിന്ന് ഓർഡർ ചെയ്തപ്പോൾ വന്ന കേട്ടോ ഈ സ്റ്റിക്കർ. ഇത് ഭയങ്കര സിമ്പിളായിരുന്നു. നമ്മൾ അതിൻ്റെ പുറകിൽ നിന്ന് ഒരു സ്റ്റിക്കർ അങ്ങ് പറിച്ചു കളഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് ഒട്ടിക്കുകയും ചെയ്യാം. അവരതിനകത്ത് മോഡൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ തന്ന മോഡലിൽ തന്നെ കേട്ടോ ഞാൻ ഒട്ടിച്ചത്. പിന്നെ ഈ കാണുന്നത് 6 മിറർ വാങ്ങിച്ചേക്കുന്നതാണ്. ഒരു വോൾ ഹാങ്ങിങ്ങും അതും ഷെനീന്ന് തന്നെ വാങ്ങിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ കുട്ടികൾ നന്നായിട്ട് പേന കൊണ്ട് വരച്ചിട്ട് അവിടെ ഒരു വൃത്തികേടായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് ഹൈഡ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ആ മിറർ ഒട്ടിച്ചത്. പിന്നെ ഞാൻ ഓർത്തു ആ പ്ലാന്റിൻ്റെ ഒരു റിഫ്ലക്ഷനും കൂടെ ആ മിററിൽ കിട്ടുമല്ലോ എന്ന് ഓർത്തു. അതെനിക്ക് ഒട്ടിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആണെങ്കിൽ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. കാരണം ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയപ്പം ഇളയ ആളുടെ ബാപ്റ്റിസം ആയിരുന്നു. അപ്പോൾ അവർ തന്നെ 3 ഫോട്ടോ ഫ്രെയിം തന്നിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുത്തവർ തന്നെ. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർത്തു എന്നാൽ ഇനി രണ്ടാമത്തെ ആൾക്ക് വിഷമമാവണ്ടല്ലോ എന്ന് ഓർത്ത് 5 വർഷം മുന്നേ ആയിരുന്നു അവളുടെ ബാപ്റ്റിസവും, അതിൻ്റെ ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ വെച്ചു. അപ്പം പിന്നെ ആദ്യത്തെ ആൾ ചോദിക്കുമല്ലോ എൻ്റെ ഫോട്ടോ ഒന്നും. അവൻ്റെ ആണെങ്കിൽ ബാപ്റ്റിസ്റ്റിൻ്റെ ഫോട്ടോയും ഒന്നും ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ചെറുപ്പത്തിലെ 2 ഫോട്ടോ വെച്ചെന്നേ ഉള്ളൂ. ഇത് പിന്നെ കിച്ചണിൽ നിന്നുള്ള ഒരു വോളാട്ടോ, കിച്ചൻ്റെ ഒരു വോളാണ്. ഇതും ഷെനിന്ന് തന്നെ വാങ്ങിച്ചാണ്. സിമ്പിളായിരുന്നു ഇത് ഒട്ടിക്കാനായിട്ട്. ജസ്റ്റ് പീൽ ചെയ്യുക, പിന്നെ ഒട്ടിക്കുക, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതിനകത്ത് മോഡലും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഷെനിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഒത്തിരി റേറ്റുള്ള സ്റ്റിക്കേഴ്സൊന്നും അല്ല കേട്ടോ ഇത്. നിങ്ങൾക്ക് 2 വോൾ സ്റ്റിക്കേഴ്സും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.